ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തൃശ്ശൂർ പൂരം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ നമ്മുടെ ഒരു തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങളും എല്ലാ വർഷവും പോകാറുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ പൂരപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ചുവും ചേട്ടനും അമ്മുമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അമ്മുവാണ്, അമ്മുക്കുട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ പൂരവിശേഷങ്ങൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ആന അടയുന്നത്. ആന അടഞ്ഞ ആളുകൾ ആകെ 4 ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ ആന ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഓടുന്നത്. എന്നിരുന്നാൽ പോലും ആ ഓട്ടത്തിൽ ആളുകൾ ഓടി നമ്മുടെ അടുത്തേക്കൊക്കെ ആവുകയാണ്, സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണം ഞങ്ങളും ഓടാൻ തുടങ്ങി. പിന്നെ ഞാനും അമ്മും അച്ചും ഓടുന്ന ഓട്ടത്തിൽ പിന്നെ ചേട്ടൻ പറഞ്ഞു ആന വരുന്നില്ല, ആളുകളാണ് ആകെ പേടിച്ച് വരേണ്ടത്, ഓടുന്നതെന്ന് തോന്നുന്നു, ആ അറ്റത്ത് ഓടണ്ട, ഓടിക്കഴിഞ്ഞാൽ അപകടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഓടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ആളുകൾ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ മേത്തൊക്കെ ചവിട്ടിയിട്ടായിരുന്നു ഓടുന്നുണ്ടായിരുന്ന കേസ്. ആകെ ഒരു സങ്കടകരമായ കാഴ്ചയായിരുന്നു അത്. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടെൻഷനായിട്ടുള്ളൊരു സന്ദർഭം തന്നെയായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ ഈ പന്തലിൽ മുന്നിൽ നിന്നിട്ടുള്ള ആന ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഒന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ആളുകൾ പേടിച്ചു തുടങ്ങി. ആന ഇടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു തുടങ്ങി. അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് ആനയെ പാപ്പാൻ്റെ സഹായത്തോടെ ആ പന്തലിലേക്ക് കയറ്റും ചെയ്തു. അപ്പം പിന്നീട് അവിടുത്തെ അതിൻ്റെ ഭാരവാഹികൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആനയെ മാറ്റിയതിന് ശേഷം അടുത്ത ആന വന്നതിന് ശേഷമാണ് പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുതുതായിട്ട് നിർത്തിയിട്ടുള്ള ആനയാണ് ഇത് ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. അടിപൊളിയായിട്ട് ശാന്തശീലനായിട്ട് ചെവിയൊക്കെ ആട്ടി നല്ല മിടുക്കനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെടിക്കെട്ട് 2 കൂട്ടരുടെയും കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് തിരുവമ്പാടി ചന്ദ്രശേഖരനെ കണ്ട് ഹാപ്പി ആയിട്ടാണ് പോയത്. പിന്നെ കേസ് നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉള്ള ഒരു ഫോണല്ല. സെറ്റ് മൊത്തം ഹാങ് ആണ്. വീഡിയോസും ഫോട്ടോസൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്ന ഫോട്ടോസൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാനും എടുക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അത്രയും വീക്കാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. സോ എന്നിരുന്നാലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ഉയർത്തി വിടുക. ഓക്കെ. വിട പറയുകയാണ് പൂരങ്ങളുടെ പൂരം. ഇനിയും അടുത്ത വർഷം കാണാം. നമ്മളിലെ സ്നേഹവും സാഹോദര്യവുമെല്ലാം ഇതുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നായി തോളോട് തോൾ ചേർന്ന് നമ്മൾ ഈ പൂരം ഇതുപോലെ ഇനിയും നടത്തും. നമ്മൾ ഒന്നായി മുന്നോട്ട് പോകും. നമ്മൾക്കിടയിൽ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേർതിരിവുകളില്ല. നമ്മളിലുള്ളത് സ്നേഹം മാത്രം, സാഹോദര്യം മാത്രം.